ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഒരു സെൽ ഓഫ് മോഡായിരുന്നു ഏഷ്യയിൽ, അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ. പക്ഷേ അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിൽ ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയിൽ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെജോറിറ്റി സ്റ്റോക്കുകളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാൻഡിസ്ക് ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന സ്റ്റോക്കാണ് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അപ്ലൈഡ് മെറ്റീരിയൽ ചിപ്പ് മേക്കിംഗ് എക്യുപ്മെന്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ സ്റ്റോക്കും റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളും മെജോറിറ്റി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളിലെ ഗോൾഡ്, സിൽവർ, ഈ കമോഡിറ്റികളിൽ ഒരു മുന്നേറ്റമുണ്ട്. ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഡാറ്റ തന്നെയാണ് ഗോൾഡിൽ വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം ഫോർട്ടുനോക്സ്, അമേരിക്കയിലത്തെ ഗോൾഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ വാൾട്ടിലത്തെ ഗോൾഡിനൊന്നും തന്നെ വലിയ പ്യൂരിറ്റി ഒന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ഗോൾഡിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും ഗോൾഡ് മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സിൽവറും പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ ഒപ്പം സിൽവറും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്തായിട്ട് മുന്നേറാൻ പോകുന്ന കമോഡിറ്റി കോപ്പർ ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. മറ്റ് കമോഡിറ്റികളുടെ ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അലുമിനിയം, സിങ്ക്, അയേൺ ഓർ ഈ കമോഡിറ്റികൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. $96.5 പെർ ബാരലിനാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിനായിട്ട് സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ സ്ലൈറ്റ് റിക്കവറി ഒക്കെ ഇന്നുണ്ടായേക്കും എന്ന തരത്തിലുള്ള ഇൻഡിക്കേഷനാണ് നൽകുന്നത്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. TCSന്റെ Q4 റിസൾട്ടാണ് ഇന്നലെ അനൗൺസ് ചെയ്തത്. റിസൾട്ട് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതേസമയം മാർജിൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെർഫോമൻസ് അതുപോലെ തന്നെ ഗൈഡൻസ് വെച്ചുകൊണ്ട് എത്രത്തോളം ഈ സ്റ്റോക്ക് മുന്നേറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തീർച്ചയില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് ആണ് TCSന്റെ കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂട്ടഡ് റെസ്പോൺസ് കാണിക്കാനാണ് ചാൻസസ് കൂടുതൽ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് TCSന്റെ കാര്യത്തിലും ഉണ്ട്. ഗൈഡൻസ് വിപണി പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഗൈഡൻസ് അല്ല. എന്നിരുന്നാലും ലോങ് ടൈം ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അറ്റ് എവറി ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ TCS വാങ്ങുന്നത് നന്നായിരിക്കും. കാരണം ഡിവിഡൻഡ് പേ ഔട്ട് അതുപോലെ തന്നെ ഓർഡർ ബാഗിങ് ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. വിപ്രോ April 16 ബോർഡ് മീറ്റിംഗിൽ ബൈബാക്കും കൂടി അനൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഏഷ്യാന ഹൗസിംഗ് 1800 കോടി രൂപ വരെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പൂനെയിലാണ് 28.55 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. HDFC ലൈഫ് പ്രഫറൻഷ്യൽ ഷെയർ ഓഫർ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. QIP ആയിരിക്കാം. അതോടൊപ്പം തന്നെ ഐഷർ മോട്ടോഴ്സ് 154 കിലോമീറ്റർ ഒരു ചാർജിൽ റൺ ചെയ്യുന്ന ഫ്ലൈയിങ് ഫ്ലീ C6 എന്ന് പറയുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2.79 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. 124 കിലോഗ്രാം ആണ്. ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾ മുമ്പ് പല കമ്പനികളൊക്കെ ഇറക്കിയിരുന്നു. പക്ഷെ ഒരു ബ്രാൻഡഡ് വെണ്ടർ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഇറക്കുന്നത്. ഇതിന്റെ ലുക്കും ഫിനിഷൊക്കെ നോക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ മൈലേജ് ഫിഗർ നോക്കുകയാണെങ്കിൽ പെർ ചാർജിന് 154 കിലോമീറ്റർ ആണ്. ഈ മോട്ടോർ സൈക്കിൾ ഹിറ്റാവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഐഷർ മോട്ടോർ സ്റ്റോക്കിലൊന്ന് കണ്ണുവെക്കുന്നത് നന്നായിരിക്കും. സന്തൂർ മാഗ്നീസ് കർണാടകയിലെ ഫോറസ്റ്റ് ലീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അയൺ ഓർ മെയിനു വേണ്ടിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEക്ക് സെബിയുടെ നോഡ് കിട്ടിയിട്ടുണ്ട്. 14 സ്റ്റോക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള BSE ഫോക്കസ്ഡ് IT ഫണ്ടിന്മേൽ ഈ ഇൻഡെക്സിന്മേൽ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ആരംഭിക്കാനാണ് പോസിറ്റീവ് ന്യൂസ് ആണ്. ഗോൾഡിയാം ഇന്റർനാഷണൽ ലാബ് ഗ്രോൺ ഡയമണ്ട് ഉണ്ടാക്കുന്ന ജുവലറി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. 24ാമത്തെ അവരുടെ റീറ്റെയിൽ സ്റ്റോർ ഓപ്പൺ ചെയ്തു.
ചെയ്തിട്ടുണ്ട്. വാട്ടക് വാബാഗ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ പൂനാവല ഫിൻകോർപ്പ് QIP 390.26 രൂപ പെർ ഷെയർ ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. QIP ഓപ്പൺ ആണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ആരംഭിച്ചിട്ടുള്ള ഓം പവർ ട്രാൻസ്മിഷൻ ആദ്യ ദിവസം 0.4 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. 2 ദിവസം കൂടിയുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഓവർ സബ്സ്ക്രിപ്ഷൻ വരാൻ സാധ്യതയുള്ള പവർ റിലേറ്റഡ് കമ്പനിയാണ്. NSE IPO സെബിയിലെ 23,000 കോടി രൂപയ്ക്കുള്ള IPO പേപ്പേഴ്സ് മെയ് മാസത്തിൽ ഫയൽ ചെയ്യുന്നതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും NSE IPO പ്രൈസ് 2,000-2,200 റേഞ്ചിലാവാനാണ് ചാൻസസ് കൂടുതൽ. ഇപ്പോഴത്തെ ഫിഗറും അതുപോലെ തന്നെ ഓഫർ ചെയ്യുന്ന ഇൻഡിക്കേറ്റീവ് നമ്പർ ഓഫ് ഷെയർസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന 1,800-1,900 റേഞ്ചിലാണ്. IPO പേപ്പർ ഫയൽ ചെയ്യുന്നതോടുകൂടി NSE സ്റ്റോക്കിൻ്റെ പ്രൈസ് അൺലിസ്റ്റഡ് മാർക്കറ്റിലും ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തിരുന്ന ന്യൂക്ലിയർ പവർ ക്രിട്ടിക്കാലിറ്റി, അതായത് ഇന്ത്യ ഇൻഡൈജീനിയസ് ആയിട്ട് നമ്മൾ സ്വയം വികസിപ്പിച്ചിട്ടുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, ന്യൂക്ലിയർ റിയാക്ടർ കൽപ്പാക്കത്ത് ചെന്നൈയിൽ, അതായത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് ഒരു റിയാക്ടർ ന്യൂക്ലിയർ പവർ ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഈ പവർ ജനറേഷൻ സാധാരണ രീതിയിൽ ന്യൂക്ലിയർ ഫിഷനിൽ കൂടിയാണ് ന്യൂക്ലിയർ പവറൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പവർ ജനറേഷൻ മെത്തേഡോളജിയിൽ പുറത്തുവിടുന്ന ന്യൂട്രോൺസും അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ പവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. റഷ്യ മാത്രമാണ് ഇത്തരത്തിലുള്ള ടെക്നോളജി കരസ്ഥമാക്കിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളെല്ലാം ട്രൈ ചെയ്തതിന് ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് ന്യൂക്ലിയർ പവർ രംഗത്ത് വളരെ പോസിറ്റീവാണ്. ഈ പ്രോസസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള 200ഓളം കമ്പനികളുണ്ട്. പല കമ്പനികളും ലിസ്റ്റഡ് കമ്പനികളൊക്കെയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ വീണ്ടും ഒരു മുന്നേറ്റം കണ്ടേക്കാം. കാരണം ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ ജനറേഷന് ഗവൺമെന്റ് വലിയ ട്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 2047 ആകുമ്പോഴേക്കും 100 ഗിഗാവാട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കറണ്ട് കപ്പാസിറ്റി 8.8 ഗിഗാവാട്ടാണ്. തീർച്ചയായിട്ടും വീണ്ടും ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ പവർ ജനറേഷൻ വീണ്ടും വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ 200 കമ്പനികളിൽ ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റ് താഴെ വന്നുള്ള റിക്കവറി മോഡിലാണ്, താഴെ വന്നതിന് ശേഷമുള്ള റിക്കവറി മോഡാണ്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് അടുത്ത ദിവസങ്ങളിൽ രമ്യമായി പരിഹരിക്കുമെന്നുള്ള എക്സ്പെക്ടേഷനൊക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഡേയ്സ് ആണ് മാർക്കറ്റിലുള്ളത്. അതേസമയം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. മിഡിൽ ഈസ്റ്റ് ഡിസ്കഷൻ എത്രത്തോളം ഫലപ്രദമാവുന്നുള്ള കാര്യം നമുക്ക് ഡിസ്കഷൻസ് കണ്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഡിസ്കഷൻ്റെ ഔട്ട്കം കണ്ടതിന് ശേഷമാണ് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.